പ്രദേശത്ത് കയറി നിന്നാണ് ചൂരൽമല സ്വദേശി ഗണേശനും ഭാര്യയും ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷ നേടിയത്. രാത്രി ജോലി കഴിഞ്ഞ് എത്തിയപ്പോൾ വീട്ടുമുറ്റത്ത് വെള്ളം നിറഞ്ഞത് കണ്ടതോടെ വീട്ടിൽ നിന്ന് മാറാൻ തീരുമാനിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ ഗണേശൻ സംഭവ ദിവസത്തെ കാര്യങ്ങൾ വിവരിച്ചു. ഗണേശന്റെ വീട് ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും ഒലിച്ചുപോയി. ഇപ്പോൾ എന്നോടൊപ്പം ഗണേശൻ എന്ന് പറയുന്ന ഈ ക്യാമ്പിലെ ഒരു അന്തേവാസിയുണ്ട്. അദ്ദേഹമൊക്കെ ഇത് അതിന്റെ ഒരു ദൃശ്യത്തിന്റെ നേർക്കാഴ്ച അതെല്ലാം അനുഭവിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിനുള്ളിൽ ഈ ദുരന്തം മുഖാമുഖം കണ്ട ഒരു വ്യക്തിയാണ്. നമുക്ക് അദ്ദേഹത്തോട് അതേക്കുറിച്ച് ചോദിക്കാം. ഗണേശേട്ടാ, നിങ്ങൾ ചൂരൽമലയിലാണോ? ചൂരൽമല ഇസ്കോ റോഡിലാണ് താമസം. റോഡിലാണ്. നമ്മുടെ പുഴയോട് അടുത്തായിരുന്നു വീട്? പുഴയോട് അടുത്ത് കുറച്ച് പഴയ വീടുമായിട്ട് 200 മീറ്റർ വ്യത്യാസമുണ്ട്. 200 മീറ്റർ വ്യത്യാസമുണ്ട്. എങ്ങനെയായിരുന്നു ആ സമയം? എന്താണ് സംഭവിച്ചെന്ന് ഒന്ന് വിശദമാക്കാം. സംഭവം ഞാൻ അറിയുന്നത്, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു പിന്നെ വീട്ടിൽ കയറി ഊണ് കഴിക്കാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഭയങ്കര സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ടപ്പോൾ ഞാൻ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നത് വെളിയിൽ ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ ഇറങ്ങുമ്പോഴാണ് മുറ്റത്തേക്ക് എത്തിയ ഉടനെ എന്റെ അരയ്ക്ക് അത്ര വെള്ളമായി. അപ്പോൾ എനിക്ക് ഇവിടെ നിൽക്കണ്ടെന്ന് തോന്നി. എന്തൊരു പ്രയാസം പോലെ മനുഷ്യൻ തോന്നി. അങ്ങനെ ഭാര്യ ഉറങ്ങുകയായിരുന്നു ആ സമയത്ത്. ഭാര്യയും ഗണേശേട്ടനും മാത്രമാണ് വീട്ടിലുള്ളത്? 2 പേരുള്ളൂ. അപ്പൊ ഞാൻ വന്നപ്പോ ഭാര്യ ഉറങ്ങുകയായിരുന്നു. അങ്ങനെ ഭാര്യനെ ചെന്ന് വിളിച്ചു. എന്ന് നീ പേരൊന്നും അറിഞ്ഞില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അറിഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞു. എന്നാ മുറ്റത്തേക്ക് ഇറങ്ങി നോക്ക്, സംഭവം കാണാലോ എന്ന് പറഞ്ഞു. മുറ്റത്തേക്ക് വൈഫിനും കൂട്ടി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഭാര്യ ഇത് കാണുന്നത്. ഭാര്യ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ആ സമയത്ത് വേഗം ഭാര്യനെ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ ഭാര്യയും സംഭവം കാണുന്നത്. അപ്പൊ ഭാര്യയും പറഞ്ഞു, നമുക്കിനി ഇവിടെ നിൽക്കണ്ട, നമുക്കിനി ജീവൻ കിട്ടിയാൽ മതി, നമുക്ക് പോകാന്ന് പറഞ്ഞു. അത്രയും ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് സംഭവം കാണുന്നത്. രാത്രി 1:30 മണിക്കുണ്ടായ ആദ്യത്തെ ഉരുൾപൊട്ടലാണ് സംഭവം കാണുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും കൂടെ റോഡിലേക്ക് പായുമ്പോഴാണ് കറണ്ട് പോസ്റ്റ്, ഇലക്ട്രിക് പോസ്റ്റ് ഒന്നായി മറിയുന്നത്. നമുക്ക് ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങോട്ടും പറ്റുന്നില്ല, ഇങ്ങോട്ട് വരാനും പറ്റുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ എന്താക്കി, ഞങ്ങൾ പറമ്പ് വീട്ടിനെ കുറച്ച് ഇപ്പുറം മാറി അവിടെ നിന്നൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതൊരു സമാധാനമായി. വെള്ളപ്പായ്ച്ചല് ഒരു സമാധാനമായി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തിട്ട് ഇന്നിവിടെ നിൽക്കണ്ട, ഇനി സമാധാനം ആയാലും ഇല്ലെങ്കിലും നമുക്ക് സേഫ്റ്റി അങ്ങനെ കൊണ്ട് ഞാൻ ഭാര്യന്റെ കൈയും പിടിച്ച്, ഭാര്യക്ക് നടക്കാൻ വയ്യ എന്നാലും കൈയും പിടിച്ച് വലിച്ച് ഞാൻ ആ മരന്റെ മേലേക്ക് ഞാൻ കൊണ്ടുപോയി ചെയ്തത്. സ്കൂൾ റോഡിൽ നിന്ന് നിങ്ങൾ ഈ പള്ളിയുടെ ഭാഗത്തേക്ക് പോയില്ല? അതായത് റോഡിലേക്ക് പോയില്ല? ഇല്ല, റോഡിലേക്ക് പോയിരുന്നെങ്കിൽ കൂടുതൽ അപകടം സംഭവിച്ചു. വെള്ളം മൂടിപ്പോയി. റോഡിലേക്ക് കയറി. റോഡിലേക്ക് പോവുമായിരുന്നെങ്കിൽ ഞങ്ങൾ ഉണ്ടാവില്ല. നിങ്ങൾ മുകളിലേക്ക് കയറി? അങ്ങനെ നേരെ മുകളിലേക്ക് കയറി. എന്നിട്ട് എന്ത് ചെയ്തു? മുകളിലേക്ക് കയറിയിട്ട് ഞങ്ങൾ കുറച്ചും കൂടെ നോക്കി ഇനി താഴേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന്. പിന്നെയും കാണുന്നത് അന്തരീക്ഷമായിട്ടുള്ള കാര്യങ്ങളാണ്. ഭയങ്കര മരവും പാറക്കല്ലുകളും വന്നിട്ട് ഉരുണ്ട് വരികയാണ്. അപ്പൊ ഇനി വീട്ടിലേക്ക് പോകണ്ടെന്ന് തോന്നി. അങ്ങനെ മലയിൽ തന്നെ നേരം വെളുക്കുന്നവരെ മഴയും കൊണ്ട് അവിടെ നിന്നു. ഈ 4 മണിക്ക് ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് നിങ്ങൾ ആ മലയുടെ മുകളിൽ നിൽക്കുകയാണ്. രാവിലെ വെളുക്കുന്ന 6:30 വരെ 4 മണിക്ക് ഉരുൾ പൊട്ടുമ്പോഴും ഞങ്ങൾ ആ സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ട്. എല്ലാം ലൈവായിട്ട് കാണുമായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഇത് ഒരുമിച്ച് ഇതെല്ലാം കൂടെ ഈ പാറക്കല്ലുകളും മരങ്ങളൊക്കെ ഒരുമിച്ച് വരികയായിരുന്നു. പാറയും പിന്നെ മരവും അതോടൊപ്പം ചളിവെള്ളം ഒരുമിച്ച് വരികയായിരുന്നു. അത് നമ്മൾ ലൈവായി കാണുന്ന ഒരു രംഗമായിരുന്നു. അത് ഭയങ്കര പ്രയാസം. അത് കഴിഞ്ഞ് 6:30-ക്കാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്, വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഇപ്പുറത്തെ കൂടെ സ്കൂളിന്റെ അതിലേ വന്നപ്പോൾ മരം മാറ്റുന്നുണ്ട്, വണ്ടികൾ JCB വിളിച്ച് മരം മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീടുണ്ടോ ഇല്ലയോ എന്ന് അറിയണമല്ലോ എന്ന് കരുതി ഞാൻ വീടിന്റെ ആ ഭാഗത്തേക്ക് കുറച്ച് മാറി നോക്കുമ്പോൾ വീടില്ല. അപ്പോൾ നമ്മൾ ഇത്ര കാലം സമ്പാദിച്ചൊരു മുതലായിരുന്നു ഒരു വീട്, അത് പോയി. വീട് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. ഇനി അവിടെ ഒന്നുമില്ല. നമ്മളെ ജീവനും ആയുസ് മാത്രമേ ഉള്ളൂ. വീട് പോയാലും നമുക്ക് നമ്മുടെ ജീവനുണ്ടല്ലോ, അങ്ങനെ ആശ്രയിക്കാം. കുറെ ജീവനും നഷ്ടപ്പെട്ട ആളുകളാണല്ലോ കൂടുതലും. പിന്നെ എങ്ങനെ അവിടുന്ന് പിന്നെ പുറത്തേക്ക് പുറത്താണുള്ള വീട്. പിന്നെ അങ്ങനെ ഇങ്ങോട്ട് ടൗണിലേക്ക് വന്നു. അപ്പോൾ പറഞ്ഞ് ഇവിടെ നിൽക്കണ്ട, എല്ലാവരും ക്യാമ്പിലേക്ക് പോകാം, ഗെയിമിലേക്ക് പോയിക്കോളിയും പറഞ്ഞു. അങ്ങനെയാണ് ഗെയിമിലേക്ക് വരുന്നത്. മറ്റാരെങ്കിലൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ കുടുംബത്തിൽ 5 പേര് പോയി. അളിയൻ, പെങ്ങളെ മകൻ, പിന്നെ മകന്റെ ഭാര്യ, അവര് കുട്ടി, വേറൊരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടി, അങ്ങനെ 5 പേര് പോയി. അവരൊക്കെ തിരിച്ചറിയാൻ സാധിച്ചോ? മൃതദേഹങ്ങൾ കിട്ടിയോ? കിട്ടി. 3 പേരെ കിട്ടി. 2 പേരെ കിട്ടി. ഇനി 5 പേരെ കിട്ടണം. അവരുടെയൊക്കെ വീടൊക്കെ കുറച്ചും കൂടെ പുഴയോട് ചേർന്നിട്ടായിരുന്നു.
വെള്ളം കയറിയാൽ ഈ കടമ്പല കയറിയിട്ടില്ല വെള്ളം, പക്ഷെ കയറിയാൽ സംഭവിക്കില്ല എന്നത്ര ദൂരത്താണ്. പക്ഷെ ഒന്നായി ഉരുൾപൊട്ടൽ വന്നതുകൊണ്ട് ഒന്നായി അടിച്ചു പോയി, വെള്ളം കൊണ്ടുപോയി. ആ വീടുകളിലൊക്കെ ഉള്ള ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ആരുമില്ല. അവർ രക്ഷപ്പെട്ടില്ല. അവര് 5 പേരുണ്ട്, 5 ആളും പോയി. അപ്പൊ ഗണേശനും ഭാര്യയ്ക്കും ആ സമയത്ത് പുറത്തിറങ്ങാൻ തോന്നിയത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഞാൻ വന്ന് ഭാര്യനെ വിളിച്ചിട്ടില്ലെങ്കിൽ ഭാര്യ നഷ്ടപ്പെടുമായിരുന്നു. ഞാൻ വന്ന് വിളിച്ച്, ഭാര്യ നല്ല ഉറക്കമാണ്. ഞാൻ വന്നത് വീട്ടിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിനെ ഭാര്യ അറിഞ്ഞിട്ടില്ല. ഞാൻ വന്ന് അവരെ പോയി ഒച്ച കേട്ട് സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് നിൽക്കാൻ തോന്നിയില്ല. അങ്ങനെയാണ് ഞാൻ പോയി ഭാര്യനെ വിളിക്കുന്നത്. അപ്പോഴാണ് ഭാര്യനെ ചോദിച്ചാൽ എന്താ നീ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്, സംഭവം ഒന്നും അറിഞ്ഞില്ലേന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ അറിയില്ല പറഞ്ഞു. പുറത്തിറങ്ങി നോക്കുന്നു പറഞ്ഞു. അങ്ങനെയാണ് ഭാര്യ എന്റെ കൂടെ ഒന്ന് പുറത്തിറങ്ങി നോക്കുന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞു നമുക്ക് നിൽക്കണ്ട, നമുക്ക് പോവാം. ഈ ഗണേശേട്ടന്റെ ഒരു പരിചയത്തിൽ ഗണേശേട്ടൻ ഏകദേശം എത്ര കാലമായിട്ട് അവിടെ താമസിക്കുന്നുണ്ട്? ഞാൻ ഒരു പെറ്റ് വളർന്നതേ അവിടെ തന്നെയാണ്. ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഈ പ്രദേശത്ത്? ഇല്ല, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അനുഭവം ഞാൻ കാണുന്നത്. ഇതിനു മുന്നേ ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നു 84, അത് ഇത്ര ഉണ്ടായിരുന്നില്ല. പക്ഷെ ആളും നഷ്ടം ഉണ്ടാവില്ല. ഒരു 5-6 പേര് പോയിട്ടുള്ളൂ. ഇത് ഭയങ്കര അന്തരീക്ഷമായിട്ടുള്ള സംഭവമാണ്, കാണാൻ പറ്റാത്തൊരു സംഭവം. രാത്രി ആയതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ പെട്ടുപോയത്. പകലായിരുന്നെങ്കിൽ കുറെ ആളുകൾക്ക് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു. പകലായിരുന്നെങ്കിൽ കുറെ ആൾക്ക് രക്ഷപ്പെടായിരുന്നു. ഇത് രാത്രിയാണ്, അതുകൊണ്ട് വെളിച്ചോ കറണ്ടും ഇല്ല. എല്ലാവരും ഉറങ്ങിക്കിടക്കായിരുന്നു. എല്ലാവരും ഉറങ്ങിക്കിടന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. സാരല്ല ഗണേശേട്ടാ, ഏതായാലും ഇപ്പൊ നമുക്ക് വീട് പോയാലും നമുക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ, ഈ അപകടത്തിൽ ജീവൻ തിരിച്ചു കിട്ടിയ ആളുകൾക്ക് തന്നെ അതൊരു വലിയ ഭാഗ്യമായി വേണം കരുതാൻ. കാരണം അത്രത്തോളം ആളുകളെയാണ് നമുക്കിപ്പോഴും നമ്മുടെ കാണാമറയത്തുള്ളത്. ഇപ്പൊ ഗണേശേട്ടന്റെ കുടുംബത്തിലെ ഇനിയും കുറെ ആളുകളെ അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയിട്ടില്ല, അവരുടെ മൃതദേഹം പോലും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അവരുടെ വീടുകളെല്ലാം പൂർണ്ണമായി നാമാവശേഷമായി. തീർച്ചയായും ഗണേശിനെ പോലെ നിരവധി ആളുകൾ ആ ദുരന്ത മുഖത്ത് നിന്ന് രക്ഷപ്പെട്ടവരാണ്. പക്ഷേ അവരുടെ എല്ലാം നഷ്ടപ്പെട്ട സാഹചര്യമാണുള്ളത്. ബന്ധുക്കളിൽ പലരും മരണപ്പെട്ട സാഹചര്യം, ഉറ്റവർ ഉടയവർ ഒന്നും തന്നെ ഇപ്പോഴില്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, സഹോദരിയുടെ കുടുംബം ഇല്ലാതായി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീട് പൂർണ്ണമായി നശിച്ചു എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും കേരളം അവർക്കൊപ്പമുണ്ടാകും. ഈ പോരായ്മകളെല്ലാം അതിജീവിക്കാൻ അവർക്ക് കരുത്തായി നമ്മൾ നിൽക്കുകയും ചെയ്യും. ഇപ്പോഴും തെരച്ചിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. മുണ്ടക്കയിലും ചൂരൽമലയിലും ഇപ്പോഴും 100 കണക്കിന് വോളണ്ടിയർമാർ തെരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സൈന്യം